തമാശ രാമന്മാർ. ഇന്നലെ അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ റേഡിയോയിലെ ഫലിത പരിപാടി കേൾക്കാൻ പാടില്ല, കേട്ടല്ലോ. അവൾ ആകെ സ്തംഭിച്ചുപോയി. തടിയിൽ ആഡംബരപൂർവ്വം പണിതെടുത്ത കൂറ്റൻ റേഡിയോകളാണ് അക്കാലത്തുണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ള ഒരു കമാനമുണ്ടായിരിക്കും. പിങ്ക് നിറമുള്ള സിൽക്കിൽ പൊതിഞ്ഞ ചിത്രപ്പണികളോടുകൂടിയ ഒരു വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തു വരിക. ആകെ 2 നോബുകളെ ഉണ്ടാവൂ. ഫലിതവേളയിലെ തമാശരാമന്മാരെ ടോട്ടോച്ചാനെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പരിപാടി അവൾ കേട്ടു ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽക്കിൽ ചെവി ചേർത്ത് വെച്ച് അവൾ ശ്രദ്ധിക്കും. അവർ പറയുന്നതൊക്കെ അപാരമായ തമാശകളായാണ് അവൾക്കന്ന് തോന്നിയിരുന്നത്. അത് കേൾക്കുന്നതിന് ഇന്നലെ വരെ അമ്മ എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അച്ഛൻ്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കൾ രാത്രി വീട്ടിൽ വന്നിരുന്നു. സ്ട്രിംഗ് ക്വാർട്ടറ്റ് പരിശീലിക്കാനായിരുന്നു അവർ വന്നത്. ടോട്ടോച്ചാൻ, നോക്ക്, താച്ചിബാന അമ്മാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന ആളാണ് താച്ചിബാന. കവിഞ്ഞ സന്തോഷത്തിലായിരുന്നു ടോട്ടോച്ചാൻ. അദ്ദേഹത്തെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം അവൾ അമ്മയെ നോക്കി പറഞ്ഞു, ഈ വാഴപ്പഴം അസല് തന്തേക്കൊല്ലി സാധനാണല്ലോ. തുടർന്ന് തമാശരാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ അവൾ തലയറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ഈ ദൃശ്യം കാണുകയാണെങ്കിൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇത്ര കടുത്ത വക്രോക്തികൾ ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ മനസ്സിലാകാനാണ് എന്നായിരിക്കും അവരുടെ ചിന്ത. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏത് പറക്കം പറ്റാത്ത പ്രായത്തിലുമായിക്കോട്ടെ, ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറിഞ്ഞു ചിരിക്കും.